അങ്ങനെ രവി ചോദിക്കുകയാണ്, ഈ പൈസയൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക്? അവിടെ എന്തായാലും ഒരു വലിയ തുക കെട്ടേണ്ടി വന്നിട്ടുണ്ടാവും, അത് എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അതൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ കെട്ടിക്കഴിഞ്ഞില്ലേ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ, ഇപ്പം അച്ഛന് സുഖമായില്ലേ, അതന്നെ വലിയ കാര്യം എന്നിങ്ങനെ പറയും. അപ്പോൾ രവി വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടാ. അപ്പോൾ സച്ചിയാണെങ്കിൽ ഒന്നും പറയാണ്ട് ഇങ്ങനെ തലയും കുനിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ചന്ദ്ര പറയും, അവൻ്റെ കാറ് വിറ്റു, എന്നിട്ടാണ് ആ പൈസയ്ക്കാണ് ചിലവൊക്കെ ചെയ്തത് എന്ന് പറയും. അപ്പോൾ ആകെ രവിക്ക് സങ്കടമാവും കേട്ടോ. നീ എന്തിനാ അത് വിറ്റേന്ന്? അത് നമ്മുടെ അന്നായിരുന്നില്ലേ, ആ കാർ ഓടിയിട്ടല്ലേ നമ്മുടെ കുടുംബം നല്ല സുഖത്തിൽ കഴിഞ്ഞിരുന്നത്. ഇത് അപ്പോൾ അതിനെന്താ വെച്ചാൽ വാടകക്കാറുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് പറയും. ഇത് വാടകക്കാരല്ലേ, ഇതിൽ ഓടിച്ചാൽ നിനക്ക് എന്ത് മെച്ചം ഉണ്ടാവാനാ സച്ചി, നീ എന്തിനാ അങ്ങനെ ചെയ്തേ, ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയും, പിന്നെ ബാക്കി പൈസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെയും സുധിയുടെയും സ്വർണ്ണമൊക്കെ വിറ്റു എന്നിങ്ങനെ പറയും, അല്ല കൊടുത്തു, സ്വർണ്ണം പണയം വെച്ചു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആകെ സങ്കടവും. അപ്പോൾ രവി ചോദിക്കും, എന്നാൽ നിങ്ങൾക്ക് ആ വീടിൻ്റെ ആധാരം എടുത്ത് പണയം വെച്ചാൽ മതിയായിരുന്നില്ലേ ചോദിക്കും. അപ്പോൾ ചന്ദ്ര പറയും, അതെങ്ങനെ പണയം വെക്കാനാ, അതും കൊണ്ട് നീ ആ പൂക്ക് കെട്ടെന്ന് അവൾ മുങ്ങിയില്ലേ, അപ്പോൾ നീ എന്തീ പറയണേ ചന്ദ്ര ചോദിക്കും. അപ്പോൾ സച്ചി നീ പറഞ്ഞു കൊടുക്കുക, എന്തുണ്ടായതെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുക, അവനറിയാമല്ലോ അതെന്ന് പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ പറയും, ഞാൻ ഇവിടെയൊക്കെ തിരഞ്ഞു, അവിടെ ഒന്നും കാണാനില്ല പറയും. അപ്പോൾ രവി പറയും, അതെൻ്റെ കയ്യിലല്ലേ, പിന്നെ അതെങ്ങനെ നിങ്ങളുടെ തിരഞ്ഞാൽ കാണുക എന്ന് പറയും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഞെട്ടു കേട്ടോ. അപ്പോൾ ആരും ഞെട്ടണ്ട, അവളത് എൻ്റെ കയ്യിൽ ഒരു ദിവസം കൊണ്ടുവന്ന് തന്നിരുന്നു, എന്നിട്ട് പറഞ്ഞു, ഇത് ഞാനല്ല അച്ഛ എടുത്തു വയ്ക്കേണ്ടത്, അച്ഛനോ അല്ലെങ്കിൽ അമ്മയാണ് എടുത്തു വയ്ക്കേണ്ടത്, അതാണ് ന്യായം, എൻ്റെ കയ്യിലല്ല അത് ഇരിക്കേണ്ടതെന്ന് പറയും കേട്ടോ. അപ്പോൾ അവരൊക്കെ ആകെ ഞെട്ടും. അങ്ങനെ വായോ, നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഈ ആധാരം എടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കുകയാണ്. അങ്ങനെ രവി പറയും, അവളെവിടെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, ഇനി എന്തിനാ അവളെ പറ്റി അന്വേഷിക്കുന്നത്, അവൾ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കാൻ നോക്കുക, ഇത് ഭക്ഷണത്തിന് മുന്നുള്ള ഗുളികയാണ് പറയും. അപ്പോൾ രവി പറയും, അവളെ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, അവളുടെ വീട്ടിലാണ് പറയും. അപ്പോൾ രവി അവിടെ പോയി ഇരിക്കും കേട്ടോ. അപ്പോൾ സച്ചി പിന്നാലെ പോയിട്ട്, അച്ഛൻ ഈ ഗുളിക കഴിക്കുമെന്ന് പറയും. അപ്പോൾ എനിക്ക് ഗുളികയൊന്നും വേണ്ട, അവളിവിടെ എത്താണ്ട് ഞാൻ ഈ ഗുളികയും കഴിക്കില്ല മരുന്നും കഴിക്കില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ സച്ചി രേവതിയുടെ വീട്ടിലേക്ക് രേവതിനെ വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ രേവതിയുടെ അമ്മ, മോളെ നീ തിരിച്ചു പോകാൻ നോക്കുമെന്ന് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി പറയും, അമ്മ എന്താ പറയണേ, ഞാൻ ഇനിയും ചേട്ടൻ്റെ വായിന്ന് ചീത്ത കേൾക്കണോ, അതാണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി, എന്താ രേവതി ഇവിടെ വന്ന് നിൽക്കണേന്ന് ചോദിച്ചു തുടങ്ങിയെന്ന് പറയും. അപ്പോൾ രേവതി, അപ്പോൾ നാട്ടുകാരെ വായ അടപ്പിക്കാനാണ്, അല്ലാണ്ട് എന്നോടുള്ള ഒരു ഇതും കൊണ്ടല്ല അല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ രേവതിയുടെ അമ്മ പറയും, മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്, ചാച്ചി എന്തായാലും നിന്നെ വിളിക്കാൻ വരും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശരത്ത് പറയും, സച്ചിയേട്ടൻ വിളിക്കാൻ വന്നത് തന്നെ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന നേരത്താണ് സച്ചി വന്ന് കയറുന്നത്. അപ്പോൾ ഇവരൊക്കെ സച്ചിയേട്ടൻ ദേ വന്നു എന്നിങ്ങനെ ശരത്ത് പറയും കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ആദ്യം ഒന്ന് ഞെട്ടും, എന്നിട്ട് രേവതി വീണ്ടും പൂ കെട്ടണ പോലെ ഇങ്ങനെ കെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്, സച്ചിനെ നോക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ സച്ചി അവിടെ വന്ന് നിൽക്കുമ്പോൾ രേവതിയുടെ അമ്മ പറയും, മോനെ ഉള്ളിലേക്ക് കയറി ഇരിക്കുകയെന്ന് പറയും. അങ്ങനെ സച്ചി ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.